നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീല, ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക മേഖലയാണ്. ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നത്. ആദർശങ്ങൾ ഒരു സൈഡില്, പക്ഷെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി പലതും പറയുകയും പലരുടെ കൂടെയും ചേരുകയും ചെയ്യുന്ന ഒരു കളികളാണ് നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ കാണുന്നത്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ഗുരുദേവനെ ദൈവമായി കാണുന്ന SNDP-കാരുടെ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ ഇതര മതസ്ഥരെ കുറിച്ച് പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നു. എന്നാൽ അതിനെ ആളിന്റെ പേര് പോലും പറയാതെ CPM സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കുന്നു വളരെ സോഫ്റ്റായ രീതിയിൽ. അതേസമയം BJP-യിൽ നിന്നൊരാളോ കോൺഗ്രസിൽ നിന്നൊരാളോ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നു എങ്കിൽ CPM കത്തിക്കുമായിരുന്നു കേരളം. പക്ഷേ ഈ ഒരു സമയത്ത് CPM-ന്റെ നിലപാട് ഏറെ ശ്രദ്ധേയമാണ്. തഴുകി തലോടുന്ന ഒരു നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. എന്താണ് ഇതിനെ കുറിച്ച്? പ്രീത, വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകൾ നമ്മൾ എല്ലാ കാലത്തും വെള്ളാപ്പള്ളി നടേശനെ ശ്രദ്ധിച്ചാൽ അറിയാം. വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകളിലെ മാറ്റമൊക്കെ നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഒരു നിലപാടില്ലാത്ത ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് ഞാൻ പറയും. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഇപ്പൊ പറയുന്നത് അർഹമായതൊന്നും കിട്ടിയിട്ടില്ല, തൊഴിലുറപ്പ് പദ്ധതിക്കാണ് തന്റെ ആൾക്കാരൊക്കെ പോകുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രസ്താവനകൾ അടുത്ത കാലത്തായി വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നുണ്ട്. സത്യത്തിൽ BJP-യോ അല്ലെങ്കിൽ BJP-യുടെ പ്രവർത്തകരോ ഒക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇത് BJP-ക്ക് ഗുണകരമാകുമെന്നുള്ളതാണ്. എന്നാൽ ഇത് BJP-ക്ക് ഗുണകരമാകാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന കാര്യമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറെ നാളുകളായി പറയുന്നതൊക്കെ ഇപ്പോ പല ഘട്ടങ്ങളിലും വെള്ളാപ്പള്ളി നടേശൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് CPM-നെ കുറ്റപ്പെടുത്തി തങ്ങൾ പറയുമ്പോൾ CPM-ന് ഒപ്പം തന്നെ സഞ്ചരിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇനിയും അഥവാ SNDP-ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിന്നോക്കാവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയുന്നത് വെള്ളാപ്പള്ളിയാണ്. കഴിഞ്ഞ 30 വർഷമായി സംഘടനാ രംഗത്ത് ഈഴവരെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ ഉദ്ധരിക്കുന്നു എന്ന രീതിയിൽ അവരെ പറ്റിച്ച് മൈക്രോ ഫിനാൻസും അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവരെ പറ്റിച്ച് തന്റെ അപ്രമാദിത്യം അവിടെ സ്ഥാപിച്ചുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളി നടേശനാണ് ഈഴവർക്ക് എന്തെങ്കിലും പിന്നോക്കാവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത്. അല്ലാതെ കേരളത്തിലെ CPM ആണെന്ന അഭിപ്രായം എനിക്കില്ല. ഇനി അഥവാ വെള്ളാപ്പള്ളി നടേശന്റെ ഇപ്പോഴത്തെ പ്രസ്താവന, ആ പ്രസ്താവനയോടുള്ള CPM-ന്റെ പ്രതികരണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസ്താവനയൊക്കെ നടത്തുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംഘടിതരായ ഒരു വിഭാഗമാണ് SNDP. ആ കാര്യത്തിൽ സംശയമില്ല. ഇപ്പോ നായന്മാരെ NSS-നെ സംഘടിപ്പിക്കുന്ന പോലെയല്ല. NSS-ൽ ഇപ്പോ നാരായണ പണിക്കരോ സുകുമാരൻ നായരോ ഒന്നും പറഞ്ഞത് ഒരു കാലഘട്ടത്തിലും NSS പറയുന്ന അനുസരിച്ചല്ല നായന്മാർ വോട്ട് ചെയ്യുന്നതും ഒരുമിച്ച് നിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ വെള്ളാപ്പള്ളിക്ക് അതല്ല. വെള്ളാപ്പള്ളിക്ക് ഒറ്റ ഘടകമായി SNDP-യെ നിലനിർത്തിക്കൊണ്ട് വോട്ട് ബാങ്കിങ് ഒക്കെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനും വോട്ട് ബാങ്കായി നിലനിർത്താനും കഴിയുന്നുണ്ടായിരുന്നു. ഇവിടെ നോക്കൂ, ഏറ്റവും സംഘടിതരായ വിഭാഗമാണ്, ഹിന്ദുവിലെ ഏറ്റവും സംഘടിതരായ വിഭാഗം SNDP തന്നെയാണ്. അപ്പോ തീർച്ചയായിട്ടും ഇനിയൊരു അതിൽ കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ BJP മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസുകാർ മനസ്സിലാക്കുന്നത് ഒക്കെ ചെയ്യുന്നത്, പക്ഷെ കോൺഗ്രസുകാരെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ കഴിയും. പക്ഷെ BJP മനസ്സിലാക്കുന്നത് കാന്തപുരത്തെ വെല്ലുവിളിക്കുന്നു, അല്ലെങ്കിൽ സ്കൂൾ സമയവുമായി ബന്ധപ്പെട്ട് അവരുടെ നിസ്കാരത്തിനുള്ള സമയവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കേണ്ട നിലപാടുകളെ കുറിച്ച് പോലും ഒരു വിഭാഗം ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നത് എന്നുള്ളതാണ്. ഈ പറയുന്നതിനൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ വെള്ളാപ്പള്ളി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയനായിരിക്കും അവസാനത്തെ ശ്രീനാരായണീയനായ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു വെക്കുമ്പോൾ തീർച്ചയായും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമാവുകയാണ്. കാരണം വീണ്ടും അദ്ദേഹത്തിന് അധികാരത്തിൽ വരാനും അല്ലെങ്കിൽ CPM-ന് മാത്രമേ ഇങ്ങനെ ഒരു ശ്രീനാരായണീയനെ മുമ്പോട്ട് കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു വെക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നമ്മൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നോക്കിയാൽ അങ്ങനെ അവർക്ക് ഉയർത്തിക്കാട്ടാൻ പറ്റിയ ഒരാളില്ല. VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും KC വേണുഗോപാൽ ആണെങ്കിലും ഒക്കെ തന്നെ ഈ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന നേതാക്കന്മാരെയല്ല. അപ്പോ CPM-നെ വീണ്ടും പരോക്ഷമായി CPM-ന് ഗുണകരമാകുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് നിലവിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ളത്. കാരണം ഈഴവർ അദ്ദേഹത്തെ, ശ്രീനാരായണീയർ അദ്ദേഹത്തെ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. വളരെ കൃത്യമായി തന്നെ അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള അല്ലെങ്കിൽ വീണ്ടും ഒരു അവസരം കൂടി ഒരുപക്ഷെ പിണറായി വിജയന് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കാനുള്ള കാര്യമുണ്ട്. ഇനി ഇവിടെ എന്തുകൊണ്ടാണ് CPM വളരെ കൃത്യമായി തന്നെ വളരെ ജാഗ്രതയോടെ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. CPM പ്രതികരിക്കുമ്പോഴും വളരെ രൂക്ഷമായ പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുമ്പോഴും വെള്ളാപ്പള്ളിയെ ഏതെങ്കിലും രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. CPM-ന് വളരെ കൃത്യമായ കാര്യം മനസ്സിലായിട്ടുണ്ട്. വെള്ളാപ്പള്ളി പറയുന്നത് തങ്ങൾക്ക് ഗുണകരമാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ വെള്ളാപ്പള്ളി ഈ പ്രതികരണങ്ങളോട് വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടത് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള വോട്ട് നേടിയെടുക്കാനാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അവിടെയാണ് വളരെ കൃത്യമായ രീതിയിൽ പ്രതികരണം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി CPM മാറുന്നത്. നേരെ മറിച്ച് BJP-യോ അല്ലെങ്കിൽ കോൺഗ്രസോ അത് ഒരു വൈകാരിക പ്രതികരണങ്ങളിൽ
മാറി നിൽക്കുകയാണ്. വൈകാരിക പ്രതികരണവുമായി മുന്നോട്ട് വരുമ്പോഴാണ് കൃത്യമായ രാഷ്ട്രീയം മനസ്സിലാക്കിയുള്ള പ്രതികരണങ്ങൾ CPM നടത്തുന്നത്, അല്ലെങ്കിൽ വളരെ കൃത്യമായി തന്നെ രണ്ട് വിഭാഗത്തെയും ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിലെ നമുക്കറിയാം, നമ്മൾ ചർച്ചയായിട്ടുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. ഈ SNDPയുടെ വോട്ടുകൾ പല ഘട്ടങ്ങളിലും ചോർന്നു പോയിട്ടുണ്ട്. അടുത്ത കാലത്തായി CPM-ൽ നിന്ന് ശ്രീനാരായണീയർ അകന്നു പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ അകന്നു പോകുന്നതുകൊണ്ടാണ് പല മണ്ഡലങ്ങളിലും ഇപ്പൊ BJP-ക്ക് അടക്കം മേൽക്കൈ കിട്ടിയിട്ടുള്ള ചില മണ്ഡലങ്ങളിലൊക്കെ ഈ SNDPയുടെ വോട്ടുകൾക്ക് ഇപ്പൊ കഴക്കൂട്ടം, അങ്ങനെയുള്ള ആറ്റിങ്ങൽ, ഇങ്ങനെയുള്ള മണ്ഡലങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം മണ്ഡലങ്ങളിലൊക്കെ വോട്ടുകൾ മാറിപ്പോകുന്നതിനെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് CPM അടക്കമുള്ള സംഘടനകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ തീർച്ചയായും വെള്ളാപ്പള്ളിയെ പിടക്കാതെ കാന്തപുരത്തെയും മുസ്ലിം ലീഗിനെയും മുസ്ലിം വിഭാഗത്തെയും ഒപ്പം കൂട്ടാനും ഒക്കെയുള്ള ശ്രമങ്ങൾ, അത്തരത്തിലുള്ളവരെ സുഖിപ്പിച്ചു നിർത്താനുള്ള ശ്രമങ്ങളാണ് CPM നടത്തുന്നത്. CPM ആണ് യഥാർത്ഥത്തിൽ ഇതിൽ രാഷ്ട്രീയം മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിന്റെ അതായത് വെള്ളാപ്പള്ളി പറഞ്ഞത് തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് കൃത്യമായി CPM മനസ്സിലാക്കിയിട്ടുണ്ട്. അത് CPM-ന് ഗുണകരമാകുന്ന CPM-ന് അറിയാവുന്നത് കൊണ്ടാണ് ഇത്തരം മൃദു സമീപനം CPM എടുക്കുന്നത് എന്നാണ് എന്റെ ഒരു തോന്നൽ. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ വെള്ളാപ്പള്ളി നടേശനെ BJP-യോട് അടുക്കാനുള്ള എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല പ്രീത. BJP-ക്കാർക്കൊക്കെ തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. അത് വിവരമില്ലായ്മ കൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ഇത്രയും കാലഘട്ടങ്ങളായി അടുക്കണമെങ്കിൽ BJP-യോട് അടുക്കേണ്ട ഒരാളാണ്. കാരണം വെള്ളാപ്പള്ളിയുടെ തന്നെ സംഘടനയുടെ ഭാഗമായ BDJS BJP-യോടൊപ്പം നിൽക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഏത് കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തു പോയിട്ടുള്ള ഒരാളാണ്. വെള്ളാപ്പള്ളിക്ക് എനിക്ക് തോന്നുന്നു ഒരു മകൻ ഉള്ളതുകൊണ്ട് ഈ മകനെ ഇങ്ങോട്ടും വിട്ടു, BJP-യിലേക്ക് വിട്ടു. കാരണം BJP കൊണ്ടും കേന്ദ്ര സർക്കാരിന്റെ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകുമെങ്കിൽ അതുണ്ടാകണം. കേരളത്തിലെ പ്രബലമായ ഭരണകക്ഷി എന്ന രീതിയിൽ CPM-നൊപ്പം അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യും. ഇപ്പോ CPM-നെ വെട്ടിലാക്കുകയാണെന്ന തരത്തിൽ നടത്തുന്ന പ്രസ്താവനകൾ കേരളത്തിലെ BJP നേതാക്കന്മാർ മനസ്സിലാക്കിയിട്ടുള്ള CPM-നെ വെട്ടിലാക്കുകയാണെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ വെട്ടിലാക്കുകയല്ല, ഇനി മറ്റൊരു മകൻ ഉണ്ടായത് ഒരു പക്ഷേ കോൺഗ്രസിലും വിട്ടേരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രണ്ട് രാഷ്ട്രീയ പാർട്ടിയിലായി മകനും സ്വന്തമായും ഒരു പാർട്ടിയിലും മകനെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും ഒക്കെ അയച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ സത്യത്തിൽ ഈഴവരുടെ വോട്ടുകൾ ഒന്നു ചേർന്ന് ഈഴവരുടെ എല്ലാ വോട്ടുകളും, അതായത് ഇനിയൊരു ശ്രീനാരായണീയൻ ഉണ്ടാവില്ല, CPM-ന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ എന്ന് പറയുന്നതിലൂടെ ആ വോട്ടുകളെല്ലാം ഒരുമിച്ച് സമാഹരിച്ച് CPM-ന് നൽകാനുള്ള നീക്കം നടത്തുന്നു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത്തരത്തിലാണ് ഞാൻ അതിനെ വായിച്ചെടുക്കുന്നത്. ഇനി കേരളത്തിലെ BJP നേതാക്കന്മാർ അടിക്കടി പോയി വെള്ളാപ്പള്ളിയെ കാണുകയും വെള്ളാപ്പള്ളിയോട് വലിയ സ്നേഹം പുലർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും അവരുടെ അതായ ചില ആൾക്കാർക്ക്, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർക്ക് ചില സഹായങ്ങളൊക്കെ ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവും. കണിച്ചുകുളക്കരയിൽ നിന്നൊക്കെ ചില സഹായങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ എനിക്ക് തോന്നുന്നു കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പൊ അത്തരത്തിൽ അവരുടെ ഏതെങ്കിലും നേതാക്കൾക്ക് സഹായം കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്ന വെള്ളാപ്പള്ളിയുടേത്. പക്ഷെ അതിനുമുള്ള സാധ്യതകൾ വരുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എത്രത്തോളം അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം വെള്ളാപ്പള്ളിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കം, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ ആക്രമിക്കാതിരിക്കുന്നതിലൂടെ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് തന്നെയാണ് CPM പോകുന്നത്. CPM വെള്ളാപ്പള്ളിയെ കടന്ന് ആക്രമിക്കുന്നില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായി ചിന്തിക്കേണ്ട കാര്യമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം അറിയുന്നത് CPM-നാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് CPM നടത്തുന്ന ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ ഓരോ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ട കാര്യം വളരെ കൃത്യമായി തന്നെ ഇത് വലിയ ദോഷം തങ്ങൾക്ക് ഉണ്ടാക്കില്ല, പകരം തനിക്ക് ഗുണമേ ഉണ്ടാക്കുകയുള്ളൂ. എന്നാൽ അതിനൊപ്പം മറ്റു ജനവിഭാഗങ്ങളെ കൂടെ നിർത്തേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ഗുണകരമാവുക ഒരുപക്ഷെ മുസ്ലിം വോട്ടുകളും മുസ്ലിം ലീഗിന്റെ വോട്ടുകളും മുസ്ലിമിന്റെ മറ്റു വോട്ടുകളും ഒക്കെ ഗുണകരമാകുന്ന കോൺഗ്രസിനെ തകർക്കാനുള്ള ഒരു നീക്കം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ വോട്ടുകൾ സമാഹരിക്കാനുള്ള നീക്കം എന്ന രീതിയിൽ ഒരു വിഭാഗത്തെ സുഖിപ്പിച്ചു നിർത്താൻ അവർക്ക് അനുകൂലമെന്ന് തോന്നുന്ന തരത്തിൽ പ്രസ്താവന നടത്തുകയും വെള്ളാപ്പള്ളിയെ അനുനയിപ്പിക്കാനുള്ള നീക്കം എന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഒരു പ്രസ്താവനയ്ക്കെതിരെ മാത്രം പ്രചരണം നടത്തുകയും വെള്ളാപ്പള്ളിയെ കടന്ന് ആക്രമിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് വളരെ കൃത്യമായി തന്നെ CPM-ന് ഇതിന്റെ രാഷ്ട്രീയം മനസ്സിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്.